ഇവിടെ ഫ്രണ്ടിൽ ഇതേ ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ട് ആ സാധനം മഞ്ഞ് തള്ളി കളയുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അതെ ഒരു സുമോ ബ്രേക്ക് വെട്ടിയാൽ കിട്ടാണ്ട് നേരെ കാലി പോയി. ചിന്നവൊക്കെ വള്ളി പൊട്ടി പോയിട്ട് അങ്ങോട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് വരയ്ക്കുക, തട്ടുക മുട്ടുക ബ്രേക്ക് കിട്ടുമ്പോൾ. എയറൊക്കെ നന്നായിട്ട് അയച്ച് കളഞ്ഞു കേട്ടോ. ടോർക്കുകാരൻ വട്ടാക്കി, അത് കാരണം എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. വണ്ടികളൊക്കെ താഴ്ത്തുന്നേ മുതൽ ബ്ലോക്കാണ്. അപ്പോൾ ദേ ഞങ്ങളിങ്ങനെ ബ്ലോക്കിൽ കിടക്കുകയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത്. അപ്പോൾ സ്നോഫോൾ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ പ്രാന്തനെ ഇവിടെ ഒതുക്കി നിർത്തിയേക്കണം. ബാക്കിൽ നിന്നൊക്കെ ബ്ലോക്ക് ഉണ്ട്. അതുപോലെ തന്നെ 1 മണിക്കൂറോളമായി നമ്മളിവിടെ കിടക്കണു. നമ്മുടെ മുന്നിൽ കിടക്കുന്ന വണ്ടിയൊക്കെ ആകെ മാറി. ഇതേ JCB റോഡ് ക്ലിയർ ആക്കി വരുന്നുണ്ട്. സ്നോഫോൾ ഉള്ളത് കൊണ്ട് തന്നെ JCB ഒരു അരമണിക്കൂർ കൂടുമ്പോൾ റോഡ് ക്ലീൻ ചെയ്ത് പോകണ്ട കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പോകാനേ പറ്റില്ല. ഇത്ര സ്നോഫോൾ ഉള്ള സമയത്ത് പോകാൻ പറ്റില്ല. അപ്പം അതെന്തായാലും നന്നായി. നിരങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. മുന്നിലത്തെ വണ്ടിയൊക്കെ നല്ല സ്നോഫോൾ ഉണ്ട്. മുന്നിലത്തെ വണ്ടിയൊക്കെ നിറച്ചും മഞ്ഞിലും പൊതിഞ്ഞു. നമ്മുടെ വണ്ടിയും ഏതാണ്ട് അതേപോലെ ഉണ്ടാവട്ടെ. ഞാൻ ഗ്ലാസ് ഹീറ്റർ ഇട്ടിട്ടുള്ള കാരണേ ജിപ്സിക്ക് ഒരു കുഴപ്പമില്ല. ജിപ്സി ടയറിൽ ചങ്ങലൊക്കെ ചുറ്റിയിട്ട് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ടയറിൽ ചങ്ങല ചുറ്റുന്ന വണ്ടികൾ ഇതേ വേറെ ജിപ്സി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ടയർമേ ചങ്ങല ചുറ്റുന്ന വണ്ടിയില്ലേ, ആ വണ്ടി സിമ്പിളായിട്ട് പോകണ്ട കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്കൊക്കെ അതിന് പറ്റിയിട്ടുള്ള ഒരു ചങ്ങലയോ അതുപോലത്തെ എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് നമ്മുടെ വണ്ടി ആയാലും പോവും. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് താഴ്ത്ത് കിട്ടുമായിരിക്കും. നമുക്ക് അത്യാവശ്യം വന്നില്ല. പിന്നെ ഏറ്റവും അവസാന ഘട്ടത്തിലല്ലേ ഇപ്പോൾ അത് ആവശ്യം വരുന്നുള്ളൂ. വേണ്ട, അതൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയെത്തും അല്ലേ, സേഫായിട്ട്. അത് നമ്മുടെ വിശ്വാസം. എന്താണോ സ്കോർപ്പിയോക്കാരൻ പോണില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പുറത്തെ വഴിക്ക് എടുത്തങ്ങ് മെല്ലെ പോവാണ്. രണ്ടുപേരും എന്തിട്ടാണോ ഉദ്ദേശിക്കണത്? പോവാനുള്ള പരിപാടി ഇല്ലാന്ന് തോന്നുന്നു. പോട്ടെ. ഈ സ്കോർപ്പിയോക്കാരൻ ഒരു വള്ളി പൊട്ടി കേസാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുറെ നേരായി. എന്നാ പോ ചേട്ടാ, ആരെങ്കിലും ഒരാള് പോ, തീരുമാനാക്ക്. ദേഷ്യം വന്നാൽ ഞാൻ മഞ്ഞിക്കടെ എടുത്ത് പടയ്ക്കൂട്ടാ. അതുവരെ ഉണ്ടാവും കളി. പ്രാന്തന് ദേഷ്യം വന്നാൽ നിങ്ങൾക്കറിയാം എന്തുണ്ടാവുക. നിങ്ങൾ അറിയണ്ടട്ടാ, പൊരിക്കും. പിന്നെ സ്കിഡ് ആവാനായിട്ട് മാക്സിമം എന്താ പറയുക ചാൻസ് ഉള്ള സ്ഥലമാണിത്. അപ്പം നോക്കിയും കണ്ട് ഓടിച്ചില്ലെങ്കിൽ തൊള്ളെ തോന്നിയ വഴിക്ക് പോവും. സ്കോർപ്പിയോക്കാരൻ എന്താ ചെയ്യണേന്ന് അവന് തന്നെ രൂപമില്ലാണ്ടാണ് വരുന്നത്. നമ്മളെക്കാരും അപ്പുറമാണ്. കിട്ടാണ് കേട്ടോ. ഗ്ലാസ് തുറന്നല്ലേ എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ലാന്ന് പറയില്ലേ, അതാണ് അവസ്ഥ. പിന്നെ എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, തണുത്തിട്ട് എൻ്റെ അപ്പേ നിങ്ങൾ ഫാമിലി ആയിട്ടൊന്നും വരാൻ പറ്റിയിട്ടുള്ള സമയമല്ല കേട്ടോ. ഈ ഡിസംബർ ലാസ്റ്റ് അതുപോലെ ജനുവരി 1 ആ ഈ സമയത്ത്, അതായത് മഞ്ഞ് പെയ്യുന്ന സമയത്ത്, ഇത്ര മഞ്ഞുള്ള സമയത്ത് കുട്ടികളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഹൈ റിസ്ക്കാണ്. ഇവിടുത്തെ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അവർ എല്ലാ കൊല്ലം ഈ തണവും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അവർക്ക് ഫീൽ ഉണ്ടാവില്ല. പക്ഷെ പുറത്തുനിന്നുള്ള കുട്ടികൾ, കുഞ്ഞാൾക്കാരൊക്കെ വരുമ്പോൾ, കുഞ്ഞാൾക്കാർ മീൻസ് കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ സമയത്ത് വരാൻ ഞാൻ പ്രിഫർ ചെയ്യില്ല. കാരണം എനിക്ക് തന്നെ ചില സമയങ്ങളിലൊന്നും പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇന്നലെ രാത്രി ഇവിടെ -18 ടെമ്പറേച്ചർ വരെയാണ് എഴുതി കാണിച്ചത്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. സംഭവം പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടുത്തെ. അതാണ് ഓ ഗൈസ്, നമുക്ക് നീങ്ങാൻ പറ്റുന്നില്ല. രാവിലെ പുറപ്പെട്ടെങ്കിലും ഇപ്പോൾ ഉച്ചയാവാറായി. ഇതുവരെ പ്രത്യേക സമയം വാച്ചിലൊന്നും കാണിക്കണില്ല. എല്ലാം നിന്നു എന്ന് പറയില്ല, എല്ലാം സ്റ്റക്കായി.
അപ്പോൾ അതേ ഫ്രണ്ടിൽ ഇങ്ങനെ വണ്ടികൾ കിടക്കുന്നു, സ്നോ ഇങ്ങനെ പെയ്യുന്നു. നമ്മുടെ പ്രാന്തൻ്റെ നമ്മൾ എയറൊക്കെ നന്നായിട്ട് അയച്ച് കളഞ്ഞു കേട്ടോ. എയർ ഒരു 1/4 ഭാഗം എയറാക്കി ടയറിൻ്റെ ഒക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മഞ്ഞിക്കട നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഗ്രിപ്പ് കിട്ടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വണ്ടികളുടെയും ടയറൊക്കെ അവർ എയർ നന്നായിട്ട് അഴിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, ഞാനും ടയറിലെ എയർ നന്നായിട്ട് അഴിച്ച് കളഞ്ഞു. അതുണ്ടായത്. ഇന്നോവയുടെ ഒക്കെ നോക്കിയേ, ടയറിലെ എയർ മാക്സിമം അവർ അഴിച്ചു വിട്ടേക്കുക. നമ്മൾ അത്ര അങ്ങോട്ട് കളഞ്ഞിട്ടില്ല, എന്നാലും കുറച്ച് അഴിച്ചു വിട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നു, ഇവിടുന്ന് പോകാൻ പറ്റാണ്ട് നിൽക്കുന്നു. പൊളി 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 മൂട്. പോകാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ഇങ്ങനെ നിൽക്കാം. ഹായ് 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 എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിട്ട് ടങ്ങട്ടക്കടട്ടെ. ഒരു മഞ്ഞിക്കട പോകുന്ന വണ്ടി. ഇത് ഒരെണ്ണം മേടിക്കാൻ നല്ലത് കേട്ടോ. ഒരു സ്വിഫ്റ്റ് ഇവിടെ കിടക്കുന്ന നോക്കിയേ. ഓ, സ്വിഫ്റ്റ് ഫുള്ള് മഞ്ഞൊക്കെ മൂടി ഫുള്ള് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ രാവിലെ കിടന്ന പോലെയാണ് ഇത് കിടക്കണത്. എനിക്ക് ആ സ്കോർപ്പിയോയുടെ മുകളിൽ കണ്ടിട്ടാണ് ചിരി വരുന്നത്. എന്തായാലും പെടയാണ്. നമ്മുടെ വണ്ടി മാത്രം അതില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹീറ്റർ ഇടുന്നതുകൊണ്ടേ വലിയ കുഴപ്പമില്ല. അപ്പോൾ എപ്പോൾ പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നിൽക്കുകയാണ്, മഞ്ഞ് പെയ്യുന്നത് കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഫ്രണ്ടിലേക്കും അത് തന്നെ അവസ്ഥ. ജിപ്സികൾ പോകുന്നുണ്ട് നിറച്ചും പൊള്ളിയായിട്ട്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ഞിക്കട വണ്ടി ഓടിക്കുമ്പോൾ ടയറിലെ എയർ ഒരു പകുതി ആക്കുക. അതായത് നിങ്ങൾ 30 വെക്കണമെങ്കിൽ ഒരു 15 മതി എയർ. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ബ്രേക്ക് കിട്ടുമ്പോൾ അങ്ങനെ സ്കിഡായി പോകും. ഇതാകുമ്പോൾ ചെറിയൊരു പിടുത്തം കൂടുതലുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് ഓടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ബ്രേക്ക് കിട്ടേണ്ട കൂടുതൽ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. മഞ്ഞിലേക്ക് കയറ്റി വണ്ടി ഓടിക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴും എയർ പകുതിയാക്കുക. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയായിട്ടാ പോണത്. എന്നാലും പോണ്ട്. ജിപ്സി ക്ലീൻ ചെയ്യണം നോക്കിയേ. നമ്മുടെ നാട്ടിലൊക്കെ തുണിയും കൊണ്ടല്ലേ, ഷവല് കൊണ്ടാണ്. മഞ്ഞൊക്കെ തോണ്ടി കളയാണ്. നമ്മൾ പോണില്ല കേട്ടോ, വലിയ ദൂരം പോകാൻ പറ്റിയിട്ടില്ല. കുറച്ച് ദൂരം ഇങ്ങനെ മെല്ലെ അനങ്ങാണ്. ഈ വണ്ടികളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ടില്ലേ. ബാക്കിലും അതുപോലെ തന്നെ വണ്ടികളാണ്. ജിപ്സിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ആശാൻ. വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് അറിയില്ല. എനിക്ക് തോന്നണത് വണ്ടി എടുക്കാനാവുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വണ്ടി നിർത്തിയിട്ട് അതൊന്നും നോക്കേണ്ട വരും. ടയറുമല ഭയ്യാ, രണ്ടുപേരും കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചേക്കാണ്. അയ്യോ അങ്ങനെ അവിടെ നിന്ന് പെട്ടച്ച് ഇങ്ങനെ വന്നിട്ട് ഒറ്റ ലക്കുക ഓൾട്ടോന്റെ മൂട്ടില്. അപ്പൊ അവൻ ഒരു ജാതി പെടഞ്ഞേട്ടോ. അയ്യോ നമ്മൾ പറഞ്ഞേക്കണ എന്താ വെച്ച് കഴിഞ്ഞാൽ, ധൃതി ഉള്ളവരോട് മുഴുവൻ പൊക്കോളാനാട്ടോ. നമുക്ക് യാതൊരു ധൃതിയില്ല. എല്ലാ വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി തട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ പിടിക്കാതിരുന്നല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളൊക്കെ ബ്രേക്ക് ഇടുമ്പോൾ പോയി തട്ടണത് വീഡിയോ പിടിക്കാതിരുന്നാൽ നമ്മുടെ വണ്ടിയിൽ നിന്ന് തട്ടും. അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ പിടിക്കാണ്ടിരിക്കുന്നത്. കാരണം അത്രയധികം വണ്ടികൾ അങ്ങോട്ട് ബ്രേക്ക് കിട്ടുമ്പോൾ അങ്ങോട്ട് പോയി എല്ലാത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കുന്നുണ്ട്. ഞാൻ മാക്സിമം നോക്കിയിട്ട് നമുക്കൊരു തട്ട് കിട്ടാത്ത രീതിയിലാണ് ഞാൻ നോക്കണത്. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്കും കിട്ടും പണി. കാരണം വേറെ ഒന്നുമില്ല, ബാക്കിലത്തെ വന്ന് കയറിയാലും മതിയല്ലോ, രക്ഷയില്ല. എല്ലാവരും ഇങ്ങനെ കുത്തി കയറ്റിക്കൊണ്ട് വരിക. അപ്പോൾ ഈ ഐസിൽ ബ്രേക്ക് കിട്ടിയാൽ നിന്നില്ലെങ്കിലത്തെ അവസ്ഥ എന്തിട്ടാ. അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. മെല്ലെ അങ്ങനെ ഇറങ്ങി പോവാ. ബ്രേക്കുമ്പോൾ ഒരോളത്തിനങ്ങോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ലാണ്ട് ഇറങ്ങി പൊക്കോളും. അല്ല ചിലപ്പോൾ എന്താ പറയുക, ബ്രേക്കുമ്പോൾ അങ്ങോട്ട് കാല് വെച്ച പണി ഉറപ്പെന്ന് പറയില്ലേ, ആ കേസാ. അപ്പം എന്തായാലും ഇവിടെയൊക്കെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. തട്ടിയിട്ട് മുട്ടിയിട്ട് കേട്ടോ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുക. തട്ടുക മുട്ടുക ബ്രേക്ക് കിട്ടുമ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് 5ാമത്തെ ട്രാക്ക് ഉണ്ടാക്കിയിട്ട് ഒരാൾ പോണത് അപ്പുറത്തെ കട XCV.
ഒരു ബൊലോറക്കാരല്ലേ കുത്തി കയറ്റി അവൻ ആ ഇപ്പുറത്തെ സൈഡ് ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി പോയി ആ മഞ്ഞിക്കട മുഴുവൻ കയറി ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. അവൻ ഇവിടുത്തെ വണ്ടിയാണെന്നുകൊണ്ട് ഓടിക്കാൻ നന്നായിട്ട് അറിയണ ഡാവാ. പെടായിട്ട് പൊരിച്ചു പോയി. അവന് ബ്രേക്കും വേണ്ട, ഒന്നും വേണ്ട. ഓടിക്കാൻ അറിയണ ഡാക്കൾക്ക് സംഭവം വേണ്ട കേട്ടാ, അതും വേണ്ട പറയാൻ. അവർക്ക് 4 വീൽ ഡ്രൈവും വേണ്ട, സ്നോ മോഡും വേണ്ട, ഒരു മുട്ടയും വേണ്ട, ടയറും വേണ്ട. അലക്കി പോകണ്ട ചില ഗടികള്. നമ്മളെ ഇത്ര അകലേന്ന് വന്നിട്ടുള്ളതുകൊണ്ട് പരീക്ഷ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടിക്കഴിഞ്ഞ് ഇവിടെ കിടക്കേണ്ടി വരും. ആ പരീക്ഷണത്തിന് ഞാനില്ല. നമുക്ക് ചോദിച്ച് പോവാം. നമ്മുടെ വണ്ടിയുടെ മുന്നിലേക്ക് കുറേ വണ്ടികളൊക്കെ കുത്തി കയറ്റിക്കൊണ്ട് വന്നിട്ടേ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബ്ലോക്കായി. ഈശ്വര, ഒരുത്ത നൈല ഇറങ്ങിപ്പോകും. ഇതിലൊക്കെ കയറിപ്പോണ്ട്. അതുപോലെ ഇവര് ടയറുമ്മിലൊക്കെ ചങ്ങല ചുറ്റിയിട്ടുണ്ട്. അത് കാരണം ഇവർക്ക് വലിയ കാര്യമായിട്ട് പേടിക്കാനില്ല. കണ്ടോ, എല്ലാ വണ്ടിയുടെയും ടയറുമ്പോൾ ചങ്ങലയാ. നമുക്ക് ചങ്ങല ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ ചങ്ങലയില്ലാത്ത കാരണം മെല്ലെ പോവാനാണ് ഉദ്ദേശിച്ചേക്കണത്. സ്കോർപിയോ റോഡിൽ വട്ടം നിൽക്കുകയാണ് കേട്ടോ. സ്കോർപിയോക്കാരൻ വട്ടമാക്കി. അത് കാരണം എല്ലാവരും വെയിറ്റ് ചെയ്യാണ് നമ്മളടക്കം. അവിടെ നിന്ന് ഒരു സ്വിഫ്റ്റ് വരുന്നുണ്ടോ. സ്വിഫ്റ്റ് എന്നുള്ള എഴുത്തുള്ള കാരണം പിന്നെ പെട്ടെന്ന് മനസ്സിലായി സ്വിഫ്റ്റാന്നുള്ളത്. ഞാൻ വണ്ടി അവിടെ ഒതുക്കി വേണ്ട കിടക്കണം നമ്മുടെ വണ്ടി. അപ്പോൾ ഇവിടെയൊക്കെ നിറച്ചും സ്കിഡായി പോവുക വണ്ടികൾ. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ ഒതുക്കിയിട്ട് ഒരു ചായ കുടിച്ചതിന് ശേഷം ഞാൻ അടുത്ത പരിപാടി ആരംഭിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതായത് നമ്മുടെ ബയ്യൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, ചായയൊക്കെ തരുന്ന ബയ്യ. നീച്ച ഇങ്ങനെയായില്ലേ നമ്മുടെ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. ചായ കുടിക്കാൻ പോവാട്ടോ. ഭൂരിബാജി കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയ ഹോട്ടലാണ് ഇത് കേട്ടോ. ഹോട്ടലിൻ്റെയൊക്കെ അവിടേക്ക് ഇറങ്ങി പോകണതൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആ പരിസരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോയിൽ നോക്കി നിങ്ങൾ ആ പരിസരമൊക്കെ എങ്ങനെ നിൽക്കണമെന്ന്. ഹായ് അവിടെയൊക്കെ നിറഞ്ഞു, മഞ്ഞുകൊണ്ട് നിറഞ്ഞു ആ പരിസരവും ഭാഗങ്ങളൊക്കെ. നമ്മൾ തിരിച്ച് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നത് ഇവിടെ ഇവരൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എൻ്റെ ദൈവമേ, ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറേക്കാളും മുന്നേ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ സ്ഥലങ്ങളൊക്കെ നിൽക്കണം. നോക്കി നമ്മൾ നടന്ന നദി, എല്ലാ സാധനങ്ങളും ഫുള്ളായി. എൻ്റെ അമ്മോ, കാലൊക്കെ തെന്നി പോവാണ് ഐസിൽ വെച്ചിട്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായ കുടിക്കട്ടെ, പൂരിബാജി തിന്നട്ടെ, എന്നിട്ടാണ് ഇനി അടുത്ത പരിപാടി. എന്താണ് കണക്കണ്ട. ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് കേട്ടോ പട്ടിയുടെ. എന്നെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഒരുത്തൻ നോക്കി കെടുപ്പാണ്. ഈ ചുരുണ്ടുകൂടി കിടക്കണം മഞ്ഞിൽ, മഞ്ഞത്ത് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരുത്തൻ. ഈ ഹോട്ടലിൽ വന്നാലേ ഞാൻ എന്തായാലും പൂരി മസാല കറി കഴിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടുന്ന് കഴിച്ചപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ആ സാധനം തന്നെ കഴിക്കാമല്ലോ, വേറെ പരീക്ഷിക്കാൻ നിൽക്കണ്ട. ഇഷ്ടപ്പെട്ട സാധനം, അത് നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അത് തന്നെ ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സെയിം ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഞാൻ കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ അവിടേക്ക് പോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചിന്തിക്കട്ടെ. ഓക്കെ. അങ്ങനെ എൻ്റെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വീണ്ടും വണ്ടി കയറണം, യാത്ര തുടങ്ങണം. പക്ഷേ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. എങ്ങനെ യാത്ര തുടരും? വണ്ടി എടുക്കാൻ പോയിട്ട് അനക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. പാർക്ക് ചെയ്തോടത്ത് വീണ്ടും മഞ്ഞായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഈ സമയത്ത് തന്നെ വരണം കേട്ടോ. മഞ്ഞ് എൻജോയ് ചെയ്യാനാണെങ്കിൽ ജനുവരി മാസത്തിൽ നിങ്ങൾ ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫസ്റ്റ് ഇങ്ങനെയായിട്ട് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഫീല് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മാക്സിമം പൊള്ളിക്കാനാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് അന്തരീക്ഷം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒന്നും നോക്കണ്ട, ജനുവരി ഡിസംബർ ലാസ്റ്റ് ഈ സമയത്തായിട്ട് വരിക. ഈ സാധനം ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ 5, 6, 7 ദിവസമായി 7 ദിവസമായിട്ട് 7 ദിവസം എനിക്ക് സ്നോഫോൾ കിട്ടി. അതുപോലെ തന്നെ അന്തരീക്ഷം മാറി മറിഞ്ഞു അടിപൊളിയായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച നിൽക്കാനുള്ള ഗ്യാപ്പിൽ വരണം. കാരണം ചിലപ്പോൾ വന്ന് തന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, നമുക്ക് സ്നോഫോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ചിലപ്പോൾ പിറ്റേ ദിവസവും കിട്ടും. അപ്പോൾ 2-3 ദിവസമൊക്കെ നിൽക്കാവുന്ന ഒരു കണ്ടീഷനിൽ വരിക, പൊളിക്കുക. എല്ലാവരും മെല്ലെ ബ്രേക്ക് പിടിച്ച് ഇറങ്ങി വരിക. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാലേ കൂട്ടിയിടിക്കും, ഫുൾ ഐസല്ലേ. ഐസിക്കടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ മെല്ലെ ഉരുട്ടി ഇങ്ങനെ കൊണ്ടുപോവാ. ഇതേ മോളിൽ നിന്ന് ഒരു ഇന്നോവ വരുന്നുണ്ട്, സ്നോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാ. നമുക്കും ഇനി മെല്ലെ എടുത്തങ്ങ് പോകണം. ഇവിടെ ഇങ്ങനെ ഒരു ഹോട്ടലുള്ളത് നമ്മുടെ ഓർമ്മയിലുള്ളത് കൊണ്ട് സുഖമായിട്ട് വന്ന് ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഈ നമ്മൾ വണ്ടിയിലിരുന്ന് വയ്യണ്ടായേനെ. ഇനിയിപ്പോൾ എന്തായാലും മെല്ലെ വണ്ടി എടുത്ത് പോകാൻ പറ്റുകയാണെങ്കിൽ മെല്ലെ വണ്ടി എടുത്ത് അങ്ങ് നീങ്ങണം. ഇവിടെ ചായയുടെ പൈസ കൊടുത്തിട്ടില്ല, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവിടെ ചേഞ്ച് ഉണ്ടായിരുന്നില്ല, കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ എന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. നമ്മുടെ വണ്ടി അങ്ങ് അകലെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാണ്ടാവില്ല അല്ലേ. അവിടെ നിന്ന് ഇന്നോവയൊക്കെ വരുന്നുണ്ട്. ബൊലേറോ പോണോ നോക്കിയാൽ നിങ്ങൾ, ബൊലേറോയ്ക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പം എന്തുണ്ടാവും, ബൊലേറോ ഇപ്പുറത്തെ അവിടെ സിമ്പിളായിട്ട് പോയി. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് വന്ന് വട്ടം തിരിഞ്ഞ് നിൽക്കുകയാണ്. അയ്യോ പൈസ തന്നെ ചൊല്ലിയോ, പൈസ. അപൂർവ കാഴ്ച. ഓട്ടോറിക്ഷ മഞ്ഞിക്കട സിമ്പിളായിട്ട് പോകുന്നു. അതാണ് അപൂർവ കാഴ്ച എന്ന് പറയുന്നത്. ഒരു ദിവസം രാത്രി മൊത്തം മഞ്ഞ് പെയ്താൽ ഈ നിലയ്ക്കാവും കേട്ടോ. അധികം ദിവസമൊന്നും വേണ്ട ഇങ്ങനെ മഞ്ഞ് പെയ്ത് ഇത്രയധികം കനത്തിലാവാനൊന്നും. നമുക്കിങ്ങനെ കാണുമ്പോൾ വിചാരിക്കുക കണ്ടമാനം നാൾ കൂടിയിട്ടാണ് ഈ സാധനം ഇങ്ങനെ ആയി ഉണ്ടാവുക. ഇതൊന്നല്ല, ഒറ്റ ദിവസത്തെ സംഭവമാണ് ഇതൊക്കെ. അവിടെ ഒരു ടാറ്റ സുമോ വട്ടം നിന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് വണ്ടികൾ. ബ്രേക്ക് ഇട്ടാൽ പോവും, പെട്ടെന്ന് കയ്യിൽ നിന്ന് പോവും വണ്ടി. കിട്ടുക്കം വ്യൂ ആണ്, കിട്ടുക്കം വ്യൂ. എന്തായാലും ഈ ഹോട്ടലിൽ നിന്ന് പോവാം. അപ്പോൾ കുറച്ച് നേരം ഇവിടെ എൻജോയ് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലെ ഇന്നലെ സ്റ്റാർട്ടാവാനായിട്ട് നല്ല ബുദ്ധിമുട്ട് കാണിച്ചു നേരം വെളുത്തപ്പോൾ തന്നെ. അതെനിക്ക് തോന്നുന്നത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ -18 ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ ടെമ്പറേച്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഡീസൽ വല്ല കട്ടയായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വരാണ്ടൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടുന്നതും ഹീറ്റർ ഇടുന്നതും വളരെയധികം നന്നായിരിക്കും കേട്ടോ. വണ്ടികളൊക്കെ അരിച്ചരിച്ചിങ്ങനെ ഇറങ്ങിപ്പോവാണ്. ഞാൻ ഈ ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വണ്ടിയുടെ അടുത്തേക്ക് നടക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. തണുത്ത് തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോട്ടിൽ കട്ട ഐസാണ്, ഒരടിയുടെ മുകളിൽ ഐസായി. അപ്പോൾ അത് കാരണം ചവിട്ടിയാൽ നിൽക്കില്ല. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ പോകുന്നുണ്ട് മെല്ലെ. അതേപോലെ തന്നെ നമ്മളും പോകുന്നു വിചാരിക്കണം. ബൊലേറൊക്കെ പൊളിച്ച് പോകുന്നുണ്ട്. ബൊലേറൊക്കൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ നമ്മളും മെല്ലെ അങ്ങനെ പോവും. നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തട്ടെ. ഇന്നോവ അവിടെ മൂട് തിരിഞ്ഞ് വരുന്നുണ്ട്. XUV കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇനിയിപ്പോൾ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നോക്കി നോക്കാം. അയ്യോ, നമ്മുടെ വണ്ടിയിൽ വീണ്ടും മഞ്ഞ് പതിഞ്ഞു. പ്രാന്താ പോവാ, നമുക്ക് പോവാൻ പറ്റുകയാണാവോ?
ഗായ്സ് നമ്മളങ്ങനെ രക്ഷപ്പെട്ടു. അവിടുന്ന് ഇറങ്ങിയിട്ടോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞ് വഴിക്കടെ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരെയും കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു ബൊലേറോ വരുന്നുണ്ട്. മെക്കട്ടയ്ക്ക് ഒന്ന് കയറാണ്ടിരുന്നാൽ മതിയേ. ഓ നമ്മുടെ ചിലപ്പോൾ ബ്രേക്ക് കിട്ടുമ്പോൾ കിട്ടിയില്ലെങ്കിൽ മെക്കട്ടയ്ക്ക് പോയി കയറും. അതാണൊരവസ്ഥ. ഓ ഹോ 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 അവിടെ നിന്ന് അങ്ങോട്ട് ബ്ലോക്കാണ് ഗൈസ്. സ്പീഡിൽ പോയിട്ടും കാര്യമില്ല, മെല്ലെ പോവാം. വണ്ടിയൊക്കെ ബ്ലോക്കായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആകെ പുകയായി, ആകെ പുക. അതിൻ്റെ ഇടയ്ക്ക് ആ ചേട്ടൻ ഇത് എവിടേക്കാണ് കിടന്ന് ഓർണത്? ഇവിടെ ഇഷ്ടം പോലെ ഓൾട്ടോ കാറുകൾ ഉണ്ട് കേട്ടോ. ഓൾട്ടോ കാറുകൾക്ക് ഒരു ചങ്ങലയില്ല, അതുപോലെ തന്നെ ഒരു സംഭവമില്ല, ഒരു പെട്ടക്കുണ്ട്. അതേപോലെ ബൊലേറോ, ഈ രണ്ട് സംഭവമാണ് അടിപൊളിയായിട്ട് ഓടുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കാനുള്ളൂ, വണ്ടി ഓടിക്കാൻ അറിയുകയാണെങ്കിൽ ഏത് വണ്ടി ആയാലും പ്രശ്നമില്ല. ഓൾട്ടോ ആയാലും മതി, പൊരിക്കാം, ഇങ്ങോട്ട് പോരെ, ഒന്നും നോക്കാനില്ല. അതാണ് കാര്യം, ഒന്നും നോക്കാനില്ല, ഇങ്ങോട്ട് ധൈര്യമായിട്ട് പോരെ. ഇതേ മുന്നിൽ ഓൾട്ടോ കിടക്കണു, അവനൊക്കെ അവിടുന്ന് എന്ത് പിടപടച്ച് വന്നിട്ട് ആവാന്നറിയോ? എന്തായാലും ബ്ലോക്കായി കാരണം കിടക്കണം, നമുക്കും ഇങ്ങനെ കിടക്കാം. മഞ്ഞുണ്ടോ പാലത്തിലൊക്കെ? ഫുള്ളായി. ഓ നല്ല തണവുണ്ട് കേട്ടോ. ഇപ്പൊ തണുക്കുണ്ട്. ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടില്ല, കോട്ട് ഇട്ടിട്ടില്ല, ജാക്കറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചിന്നവൊക്കെ വള്ളി പൊട്ടി പോയിട്ട് അങ്ങോട്ട് കിടായി പോവാ. അവിടെ ചെന്ന് ഇടിക്കുന്നു തോന്നുന്നു. അങ്ങനെയൊക്കെ പോയി. ഇപ്പൊ ശരിക്കും പറഞ്ഞ വണ്ടി ഓടിക്കണത് ഒരേ ഒരു ലക്ഷ്യത്തോടെ മാത്രമാണ് കേട്ടോ. വണ്ടി എങ്ങനെയും കുറച്ച് മഞ്ഞ് കുറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് എത്തണം. റിസ്ക് ഇല്ലാണ്ട് തട്ടോ മുട്ടോ ഇല്ലാണ്ട് എങ്ങനെയെങ്കിലും അങ്ങോട്ട് താഴത്ത് എത്തിച്ചാൽ മതി എന്നുള്ളത് മാത്രമാണ് ഒരു പ്രാർത്ഥനയുള്ളൂ. കാരണം നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഓടിച്ചിട്ടും കാര്യമില്ല, ഏതെങ്കിലും ഗതികെട്ടവും വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗതികേടാവുകയെ. ഇന്നോവയൊന്നും കയറ്റാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല. എല്ലാ വണ്ടിയും ഒരു 50 വണ്ടികളും ഞാൻ മിനിമം ഇടിച്ച് കണ്ടു ഇപ്പോൾ ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് മണാലി വരെ ഏതാണ്ട് ഫുള്ള് മഞ്ഞാന്നാട്ടാ അവിടുന്ന് വന്ന വണ്ടിക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണാലിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് എത്തി കിട്ടണം. തണുത്തിട്ടാണെങ്കിൽ നിൽക്കാനും പറ്റണം. ഒരു JCB നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ഇങ്ങനെ പോവുകയാണെങ്കിലേ സുഖമായിട്ട് ഇങ്ങനെ പോവാം. ഐസിക്കടെയുള്ള യാത്ര വലിയ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഓടിച്ച് ഐസിക്കടെ ഓടിക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നുന്നില്ല. എന്താ പറയുക, നമ്മൾ ചെളിക്കടയൊക്കെ റേസിന് ഇറങ്ങുമ്പോൾ ചെളിക്കടയൊക്കെ ഓടിക്കില്ലേ? അപ്പോൾ ആദ്യം ഓടിക്കുമ്പോൾ ഒരു ചെളിക്കട ഓടിക്കുമ്പോൾ വീഴോ എന്നുള്ളൊരു പേടി ഉണ്ടാവില്ലേ? അത് തന്നെ ഉള്ളൂ. പിന്നെ മനസ്സിലായി ഇതെങ്ങനെ വണ്ടി പോകുന്നുള്ളത് മനസ്സിലായാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, ആ നിലയ്ക്ക് ഓടിക്കാം. ഇത് നമ്മൾ ഇങ്ങനെ അരിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പ്രശ്നം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ ബ്രേക്കുമ്പോൾ കൂടുതലായിട്ട് കാല് വയ്ക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മൂട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുക. അത് കറക്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ടും ഞാൻ മെല്ലെ പോണതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് ഇങ്ങോട്ട് കയറണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ്. വണ്ടികളൊന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് പോവാം. ഇപ്പോൾ ഓടിച്ചപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി, എങ്ങനെ ഓടിക്കാം, നമുക്ക് മഞ്ഞിക്കട സുഖമായിട്ട് പോകാമെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. വേറെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് കയറുന്ന ഒരു പേടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പിടച്ചേനെ, വണ്ടികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പിടയ്ക്കും. ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നേരത്തെ വണ്ടി ഒതുക്കി നിർത്തി ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് പോകുന്നതാ. ഓട്ടോമാറ്റിക്കലി വണ്ടി ചെറിയ ഇറക്കത്തായതുകൊണ്ട് മെല്ലെ ഇറങ്ങി ഇങ്ങനെ പോയി. തൊട്ട് മുന്നിൽ വണ്ടി ഇല്ലാത്ത കാരണം തട്ടിയില്ല. ഞാൻ ഊട്ടി ചെന്ന് കയറി ഹാൻഡ് ബ്രേക്ക് അങ്ങോട്ട് ഫുള്ള് വലിച്ച് ബ്രേക്കും കൂട്ടി അങ്ങോട്ട് നിന്നപ്പോൾ ഒരു വണ്ടിയുടെ മൂട്ടിൽ പോയി അങ്ങ് നിന്നു, രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ മണാലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മണാലി എത്താറായപ്പോഴേക്കും നമുക്ക് കാണാൻ കഴിയണം എന്താ വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട്. മഞ്ഞില്ല എന്നുള്ളതല്ല, അയ്യോ മോളിൽ നിന്നുള്ളതൊക്കെ താഴത്തേക്ക് വരുന്നു. മഞ്ഞുണ്ട്, എന്നാലും കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ദേ ഇവിടെ ഒരു നദിയുണ്ട്. അടിപൊളി വ്യൂ ആണ്.
ഒരു സുമോ ബ്രേക്ക് വെട്ടിയാൽ കിട്ടാണ്ട് നേരെ കാലി പോയി, നേരെ കിടക്കണം. അപ്പൊ നോക്കി നോക്കി പോവാണ് നല്ലത്. ഇവിടെ ലോറിയുടെ ഫ്രണ്ടിൽ ദേ ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ട് ആ സാധനം ദേ മഞ്ഞ് തള്ളി കളയുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അതെ കണ്ടോ, ലോറിയാണ് ലോറി. ഇവിടുത്തെ മഞ്ഞൊക്കെ കുറേ തള്ളി കളഞ്ഞിട്ടുണ്ട്. കനം കുറഞ്ഞു, മഞ്ഞിന്റെ കനം കുറഞ്ഞു. ഇറക്കിറങ്ങി വരുമ്പോഴേ മുകളിലത്തെ മഞ്ഞ് മുഴുവൻ താഴത്തേക്ക് പോരുക. എന്തായാലും പൊളി കാഴ്ചയാണ്. കഴിഞ്ഞ പ്രാവശ്യം യാത്ര ചെയ്തപ്പോഴൊന്നേ ഇത്ര മഞ്ഞ് കണ്ടിട്ടില്ല. മഞ്ഞ് കണ്ടിട്ടുണ്ട്, എന്നാൽ കൂടി എന്താ പറയുക, ഇങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇതെന്ന് പറഞ്ഞൊരു അന്യായ ഫീലിംഗ് ആയി. കാരണം മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നിട്ട് അത് മുഴുവൻ നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് പെട്ടെന്ന് മഞ്ഞ് ഒരേ സ്ഥലത്ത് ആവണ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസ്വദിച്ച് തന്നെ അറിയണം. ഗംഭീരമാണ്. ഇതേ നോക്കിയേ പുറത്തേക്ക് ഈ ട്രാവലറുകാരും കുറേ നേരമായിട്ട് ഇട്ടിട്ട് അരിപ്പിക്കുകയാണോ. അഡൽ ടണൽ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. 2 പേർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്പർ മേടിച്ചിട്ടുണ്ട് ആ ഹോട്ടലുകാരൻ്റെ ഒക്കെ. അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വരും കേട്ടാ. നമ്മളെന്തായാലും പോകണില്ല, പെട്ടെന്നൊന്നും പോകാൻ ഉദ്ദേശിക്കണില്ല ഇവിടുന്ന്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ അതും കണ്ടിട്ട് നമ്മൾ പോകുള്ളൂ കേട്ടാ. പൊളിക്ക് നമ്മളിവിടെ വന്നിട്ട് വീണ്ടും മഴ തുടങ്ങി, വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്യട്ടെ. മഴ പെയ്താലേ മഞ്ഞൊലിച്ച് പോയാൽ നമുക്ക് സുഖമായിട്ട് പോവാലോ. നല്ല ഇറക്കായതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. കയറി പോകാനാണെങ്കിൽ കുറച്ചുകൂടി പാട്, കാരണം വണ്ടി കിടന്ന് തിരിയും. ഇതെന്ന് പറഞ്ഞാൽ സ്കിഡ് ആവുമെന്ന് മാത്രം നോക്കിയാൽ മതി. ഇറക്കിറങ്ങി പോകുമ്പോൾ പേടിക്കാനില്ല. ശരിക്കും പറഞ്ഞാൽ വണ്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കിഡ് ആവാണ്ട് നോക്കിയാൽ മതി. ബ്രേക്ക് ആവശ്യമില്ലാണ്ട് അപ്ലൈ ചെയ്യാണ്ടിരുന്നാൽ മതി. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വഴി കുറച്ച് കാലിയായിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോവാമെന്ന് വിചാരിക്കണു. ഇവന്റെ കയ്യിൽ നിന്ന് ഒരു സൈഡ് കിട്ടുക എന്നുള്ളതാണ് അടുത്ത കാര്യം. എങ്ങനെ ഇവനൊന്ന് കടന്നു പോവും. നമ്മുടെ പ്രാന്തന്റെ അംഗങ്ങളെ അവിടെ കിടക്കുന്നു. നമ്മൾ മണാലിക്ക് എത്താറായി. ഇനി മണാലിക്ക് വെറും 7 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റുപാടുമൊക്കെ മഞ്ഞ് കുറഞ്ഞു തുടങ്ങി താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു. ഇതെന്തത് പരിപാടി, കോല കൂത്തി വന്നേക്കണ വണ്ടിമേ എന്താണെന്നറിയില്ല. എല്ലാവരും മെല്ലെ ഇങ്ങനെ അരിച്ചരിച്ച് ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ നിർത്തി ഒരു സ്ഥലത്ത് കുറച്ച് നേരമായി നിർത്തിയിട്ട് അപ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് മഞ്ഞ് തീരുന്നതും ആസ്വദിച്ച് ഇങ്ങനെ പോവാണ്. കുറഞ്ഞു കേട്ടോ, മഞ്ഞിൻ്റെ അളവ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കുറഞ്ഞു. എൻ്റെ നാവ് കുഴയുക. ശരിയായിക്കോളൂ. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ പ്രാന്തനിലേക്ക് കയറാം, നമുക്കങ്ങ് നീങ്ങാം. കുറേ നേരമായി ഞാനിവിടെ നിൽക്കണു. എനിക്ക് കുറച്ച് ഫോണൊക്കെ വന്നേ. ഫോണൊക്കെ വന്നപ്പോൾ അവരൊക്കെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഒരു സന്തോഷമാക്കിച്ചു. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇനി വണ്ടി എടുത്ത് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. അതായത് ക്യാമറ ഇവിടെ ഫിക്സ് ചെയ്തിട്ട് വണ്ടി ഒന്ന് മൂട് തിരിയോ, വണ്ടി ഒന്ന് പെടക്കി വന്നിട്ട് ക്യാമറയ്ക്ക് ഒന്ന് വലിച്ച് നോക്കാം. എന്താണ്ടാവും എന്നുള്ളത് നോക്കാമല്ലോ. നോക്കട്ടെ കേട്ടാ. പ്രാന്തനൊരു ചെറിയ പണി കൊടുക്കാം. ക്യാമറ ഇവിടെ ഇരിക്കട്ടെ, വേറെ വല്ല വണ്ടിക്കാർ കൊണ്ടുപോകണോ, തട്ടി കളയണോ?
അങ്ങനെ പൂരവും വെടിക്കെട്ടും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും മണാലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മണാലിയിലാണെങ്കിൽ വലിയ കാര്യത്തിൽ മഞ്ഞൊന്നുമില്ല. നമ്മൾ അവിടെ കണ്ടതിൻ്റെ കാൽഭാഗം പോലും മഞ്ഞോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇനി മണാലിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഇനി വരാൻ പോകുന്നത്. വണ്ടികൾ വരുന്ന വഴിക്കാണ് നമ്മൾ ഈ പരിപാടികൾ ചെയ്യണതേ. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വല്ല വണ്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ തട്ടിക്കളഞ്ഞാലും നമ്മുടെ വണ്ടിമേ ഒന്ന് മുട്ടിയാലൊക്കെ പണി തന്നെയാണ്. അപ്പോൾ വണ്ടി ഇല്ലാത്ത സമയത്താണ് ഞാൻ ഈ കണ്ട പരിപാടികളൊക്കെ ചെയ്തത്. എനിക്ക് 1 മണിക്കൂർ അവിടെ പോയിട്ടാ. പക്ഷെ നമ്മൾ എന്താ പറയുക, വിചാരിച്ച രീതിയിൽ അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല. ചെയ്യുമ്പോഴേക്കും വേറെ വണ്ടികൾ വന്നു, അല്ലെങ്കിൽ റോഡ് ബ്ലോക്കായി, അങ്ങനെ ഇങ്ങനെയായിട്ട് പ്രശ്നങ്ങളുമായത് കൊണ്ട് നമ്മൾ ഇത്രയും പരിപാടിയാണ് ഇന്ന് കാഴ്ച വയ്ക്കണുള്ളൂ. നമുക്ക് നല്ല വല്ല ഗ്രൗണ്ട്, ഐസ് ഗ്രൗണ്ടൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി അവിടെ ഇട്ട് പറപ്പിക്കാം. പ്രാന്തം റെഡിയാണ്, നമ്മളും റെഡിയാണ്. മണാലി എത്തുന്നതിലേക്കാളും മണാലി എത്താൻ ഇനിയൊരു 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലൊന്ന് നിർത്തി, തണവൊക്കെ ഒരുവിധം കുറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കോട്ടക്കൂരി ഡ്രസ്സൊക്കെ മാറി, കോസ്റ്റ്യൂം മാറി. അതായത് തണവ് പോയി തുടങ്ങി, മഞ്ഞൊക്കെ ഉണ്ട്, എന്നാലും തണവ് കുറഞ്ഞു. അപ്പോൾ അത് കാരണം വണ്ടി നിർത്തി ഡ്രസ്സൊക്കെ മാറി. ഇതേ പ്രാന്തൻ അവിടെ ഒതുങ്ങി കിടക്കണുണ്ടല്ലേ, എല്ലാം കഴിഞ്ഞു ഭംഗിയാക്കി. ഒരു വളവാണ് കേട്ടോ, നല്ലൊരു അടിപൊളി വളവാണ്. അവിടെ എന്തെങ്കിലും ഒരു കച്ചവടം നടന്നായിരുന്ന ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ആ വണ്ടി ഇതേവരെ അവിടെ നിന്ന് അനക്കിയിട്ടില്ല. അപ്പോൾ അത് കാരണം അതിൻ്റെ സൈഡിൽ തന്നെ കൊണ്ടിട്ടു. വളവിലായാലും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടംപോലെ സ്ഥലമുള്ള സ്ഥലത്താണ്. ഇതേ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഇറങ്ങി പോകുന്നതും അതുപോലെ ബിയാസ് നദി ഒഴുകുന്നതും എന്താ പറയുക, ഹെയർ പിൻ ബെൻഡുകളും എല്ലാം ഇവിടെ നിന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരമായി ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇതൊക്കെ ആസ്വദിച്ച് ഭംഗിയാക്കി എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഇവിടെ വെറുതെ നിന്ന് എൻജോയ് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങാം, മണാലി ടൗണിലേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ കാല് ഞാൻ ഇവിടെ വെച്ചപ്പോൾ വെള്ളത്തിലേക്ക് താന്നു പോയിട്ടോ. ഇവിടുത്തെ ഐസില്ലേ, ഇത് കണ്ടോ, മെൽറ്റായി തുടങ്ങി. നമ്മൾ ചവിട്ടുമ്പോൾ വെള്ളമായി പോവുക, കണ്ടോ, ചെളിയൊക്കെ ആവുന്നുണ്ട്, കണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കാലിൻ്റെ ഉള്ളിലെ സോക്സൊക്കെ ഉണ്ടല്ലോ, അവനൊക്കെ നനഞ്ഞ് പൊരിഞ്ഞൊരു പരിവായിട്ടാണ് ഇരിക്കുക. എല്ലാ പരിപാടിയും കഴിഞ്ഞ് താഴത്തെ എത്തിയതിന് ശേഷം ഒന്ന് ഡ്രസ്സൊക്കെ ഫുള്ള് പിഴിഞ്ഞ് ക്ലിയറാക്കി ഉണക്കാനിട്ട് ഒന്ന് വാഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വാഷ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്ന് ആലോചിക്കാനായിട്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് മണാലിക്ക് വീണ്ടും യാത്രയാവാം. എന്തൊക്കെ കാഴ്ചകളാണ് മണാലി ടൗൺ വരെ ഉള്ളത് എന്ന് നമുക്ക് കാണാം. റോഡ് ക്ലീൻ ചെയ്യണ വണ്ടി കേട്ടോ. ഈ സാധനമാണ് വന്നിട്ട് ഫുൾ റോഡും ക്ലീൻ ആക്കി പോകുന്നത്. അടിപൊളിയാക്കുകയാണ്. ഇതും കൊണ്ട് വന്നിട്ട് ഇങ്ങനെയുള്ളത് മൊത്തം ക്ലീൻ ചെയ്ത് പോവും, കണ്ടോ. നമ്മുടെ വണ്ടി തോണ്ടിയെടുത്ത് കൊണ്ട് പോവാണോ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അതിൻ്റെ ടയറുമിലൊക്കെ ചങ്ങലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് വഴി ക്ലിയറായി പോകുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ വലിയ പ്രശ്നമായേനെ. എന്തായാലും നമുക്ക് അടുത്ത പരിപാടികൾ നോക്കാം. പിന്നെ മെയിനായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആരും വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ പ്ലാപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വണ്ടിക്ക് ഫിറ്റ് ചെയ്യരുത്. ഇത്തിരി ചെളി നമ്മുടെ വണ്ടിയും ആയിക്കോട്ടെ, പ്ലാപ്പ് ഇടാത്തതുകൊണ്ട് ആവുന്ന ചെളികളൊക്കെ നമ്മുടെ വണ്ടിയും ഇങ്ങോട്ട് ആയിക്കോട്ടെ. പ്ലാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പ്ലാപ്പ് എപ്പോഴും തട്ടും മുട്ടും ചെയ്യണ ഏറ്റവും ഫസ്റ്റ് ഒരു സാധനമാണ്. അത് ബമ്പർ കിടിയും പൊളിക്കും. അപ്പോൾ ആ സാധനം വെക്കിരിക്കുമോ നിങ്ങൾ, ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഇതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതേവരെ വണ്ടി മേടിച്ചിട്ട് അത് വെച്ചിട്ടുമില്ല. ഇത്തിരി ചെളിയായാലും നമുക്ക് കഴുകി കളയാം. പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാപ്പ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങൾ ചിലപ്പോൾ നാശമായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം. നമ്മുടെ സാധനങ്ങളൊക്കെ വലിച്ച് വാരി തവിട്ട് പൊടിയാക്കിയാണ്.
ഓ നമ്മുടെ സാധനങ്ങളൊക്കെ വലിച്ച് വാരി തവിട് പൊടിയാക്കി ഇട്ടേക്കണത്. ഇനിയുണ്ട് തൊപ്പി, വെക്കാത്ത തൊപ്പികളൊക്കെ ഇനിയും കിടക്കുകയാണ്. എൻ്റെ അമ്മേ ഇതൊക്കെ വെക്കണം ഇനി. എൻ്റെ അമ്മേ ഇനി എന്താ, എല്ലാ സാധനങ്ങളും വലിച്ചു വാരി ഇട്ടേക്കുക. ഇതൊക്കെ ഇനിയിപ്പോൾ ശരിയാക്കണം, എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം, വണ്ടി ഒന്ന് മൊത്തത്തിലൊന്ന് കഴുകിയെടുക്കണം. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊക്കെ ചെളി മണ്ണും എല്ലാം കൂടിയിട്ട് അങ്ങനെ പിടിച്ച് തവിട് പൊടിയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെയ്ക്കും ബൈ 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 ബൈ.